കൊച്ചിയിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയത് ഞാറക്കൽ സ്വദേശി ജോർജും സുഹൃത്തും. രാത്രിയിൽ സ്കൂൾ യൂണിഫോമിൽ സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥിനിയെ കണ്ട് അസ്വാഭാവികത തോന്നി തടഞ്ഞു നിർത്തുകയായിരുന്നു. ഉടൻ മുളവുകാട് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി കുട്ടിയെ അമ്മയ്ക്ക് കൈമാറുകയും ചെയ്തു. കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ജോർജ് മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചു. ഇന്നലെ രാത്രി കാണാതായ തൻവിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനിടയായത് ജോർജ് എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു ഇടപെടലാണ്. നമ്മുടെ ഇപ്പോൾ ജോർജ് ചേരുന്നുണ്ട്. ജോർജ് നമസ്കാരം. എവിടെ സ്ഥലം? ഞാറക്കല്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ തൻവിയെ കണ്ട സ്ഥലത്ത് ജോർജ് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇവിടെ ഞാൻ എറണാകുളത്ത് നിന്ന് റിട്ടേൺ വീട്ടിലേക്ക് പോയിരുന്നു. ആ ടൈമിൽ ഒരു കുട്ടി സൈക്കിളോട്ടി ഗോസൽ ജംഗ്ഷൻ എത്തുമ്പോൾ ഒരു കുട്ടി സൈക്കിളോട്ടി പോകുന്നൊക്കെ കണ്ടു ഞാൻ. അപ്പോൾ ഞാനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുട്ടി ഇങ്ങനെ ഡൗട്ട് അടിക്കുന്നു പറഞ്ഞു, വണ്ടി വിളക്കടാന്ന് പറഞ്ഞു. അങ്ങനെ സുഹൃത്തായിട്ട് വന്നത് പുള്ളിക്കാരൻ. അങ്ങനെ ഒരു കുട്ടിയെ കാണാതായി എങ്ങനെ അറിഞ്ഞേ? അതായത് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു കുട്ടീനെ മിസ്സിംഗ് ആണെന്ന് കേട്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് നോക്കി, നിങ്ങളുടെ മീഡിയക്കാരുടെ ചാനലൊക്കെ അതിൽ കൂടി മനസ്സിലായി. പിന്നെ എനിക്ക് ഏകദേശം ഒരു ഡൗട്ട് തോന്നി. അങ്ങനെ അപ്പോൾ ഈ കുട്ടി സൈക്കിൾ വെട്ടി ഗോസൽ പാലം കയറാറായി. അപ്പോൾ ഞാൻ കുട്ടീനെ അവിടെ പഠിച്ച് നിർത്തി. മോളെ എവിടെ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നാരമ്പലത്താന്ന് പറഞ്ഞു. എവിടെയാണ് പഠിക്കുന്നത് ചോദിച്ചപ്പോൾ ഇങ്ങനെ എളമക്കരയെന്ന് പറഞ്ഞു. അവിടെ പഠിച്ച് ആളെ നിർത്തി. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ പോയി പേടിക്കുന്നുണ്ട്, മോൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെ പിടിച്ച് ആളെ നിർത്തി കൂളാക്കി. അവിടെ കുറേ നേരം നിർത്തി. അങ്ങനെ മുളകുള്ള സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ എന്തായിരുന്നു പൂർത്തീകരണം? അവര് പറഞ്ഞു, അങ്ങനെ ഡീറ്റെയിൽസ് ചോദിച്ചു, കുട്ടിയുടെ പേര് അങ്ങനെ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു അഡ്രസ്സും ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു ആ കുട്ടിയെ അവിടെ പിടിച്ച് നിർത്തി ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തി. പെട്ടെന്ന് തന്നെ പോലീസ് വന്നു. പോലീസ് അപ്പം തന്നെ എത്തി. കുറച്ച് ടൈം ഉള്ളിൽ അവരെത്തി. അങ്ങനെ ആ പോലീസുകാർക്ക് ഹാൻഡ് ഓവർ കൊടുത്തു. ആ സമയത്ത് അമ്മ ഉണ്ടായിരുന്നു? ആ കുട്ടിയുടെ അമ്മയൊക്കെ പോലീസ് വണ്ടിയിലാണ് വന്നത്. രണ്ടാമത്തെ വണ്ടിയിലാണ് അവരൊക്കെ വന്നത്. അമ്മ കുട്ടിയെ കണ്ടപ്പോൾ എന്തായിരുന്നു അമ്മയുടെ ഒരു പ്രതികരണം? അമ്മ ആകെ ഒരു കരച്ചിലും അവർക്കൊരു അതായത് നഷ്ടപ്പെട്ടവർ നമ്മുടെ വേദനയും ആകെ ഡിസ്പായിട്ട് കഴിയുന്നവര് കണ്ടു കഴിഞ്ഞപ്പോ കൊച്ചിനെ കെട്ടിപ്പിടിക്കലും ഭയങ്കര കരച്ചില്ല. രണ്ടുപേരും ഭയങ്കര കരച്ചിലായിരുന്നു. എന്തായാലും ഒരു വലിയൊരു ദൗത്യത്തിലാണ് ജോർജും കൂടി പങ്കുവഹിച്ചെന്ന്. അതെ. എന്താ തോന്നണേ? നമുക്കിപ്പോൾ ഒരാളെ കാണാതെ വിഷയം നമുക്കറിയാലോ. അപ്പോൾ ആ സമയത്ത് ഒരു തോന്നിയുകൊണ്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഇതാക്കി. ഒരു കൊച്ചൊറ്റയ്ക്ക് രാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് തോന്നും. യൂണിഫോം ഇട്ടൊരു കുട്ടി 11 മണിക്ക് സൈക്കിളിൽ പോകുമ്പോൾ നമുക്കൊരു അസ്വാഭാവികത തോന്നുമല്ലോ. അങ്ങനെ തോന്നിയിട്ടാണ് എനിക്ക് ആ ഫസ്റ്റ് ടൈം തോന്നിയത്. പോലത്തെ ഇടത്ത് സ്വാഭാവികമായിട്ട് ഒരു 11 മണി നേരത്ത് 12 പെൺകുട്ടിക്ക് എത്ര നേരം രാത്രി ചെലവഴിക്കാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതെ, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളല്ലേ. അതെ, ഒരു കുട്ടി യൂണിഫോം ഇട്ട് സൈക്കിളോട്ടി പോകുന്ന ഒരു കുട്ടി, അതല്ലേ ഏറ്റവും വലുത്. ആ സമയത്ത് കൃത്യമായിട്ട് അവിടെ എത്തിയത് വലിയൊരു കാര്യമാണ്. അതെ, ഞാൻ ആ സമയത്ത് അവിടെ വന്നത് എന്താ ദൈവാധീനം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നി. ആ സമയത്ത് അവിടെ എത്തിപ്പെട്ടത്. അത് ഗോശ്രീ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇരുട്ടൊക്കെയാണ്. ആ ഭാഗത്തോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാലത്തിൻ്റെ അവിടെയൊക്കെയാണ്. അവിടെയൊക്കെ കാടും ഇതൊക്കെയാണ്. നമ്മൾ കുട്ടീനെ കണ്ടപ്പോൾ നമുക്കൊരു പെങ്ങന്മാർ ഇഷ്ടംമാരുള്ളതല്ല. അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ പിടിച്ച് നിർത്തിയാളവിടെ. എന്തായാലും ജോർജിൻ്റെയൊക്കെ ഒരു കൃത്യമായ ഒരു ഇടപെടലാണ് നമുക്ക് തൻവിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനായത്. ഏകദേശം മണിക്കൂറുകൾ മാത്രമേ തൻവിയെ തിരക്കി ആ കുടുംബവും അതോടൊപ്പം തന്നെ പോലീസും ഒക്കെ ഇറങ്ങേണ്ടി വന്നുള്ളൂ. ജോർജിനെ പോലെയുള്ള ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുള്ളപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.